ഇതൊക്കെ ഞാൻ എപ്പോൾ അടുക്കി വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയതല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എല്ലാം നിരത്തിയിട്ടോ. എനിക്ക് ഭ്രാന്ത് കയറുന്നുണ്ട് കേട്ടോ. ഈ വീട് ഇത്തിരി വൃത്തിക്കും മെനക്കും കൊണ്ടു കിടക്കണം. ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ മതിയോ? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർ. ഈ തോർത്ത് ഞാൻ ഇപ്പം അപ്പുറം കൊണ്ടുവന്ന് വിരിച്ചിട്ടതേ ഉള്ളൂ. പിന്നെ ഇതാരോ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നനഞ്ഞ തോർത്ത് ഇങ്ങനെ കിടക്കെ കൊണ്ടുവന്ന് ഇടരുതെന്ന്. ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ ദൈവമേ. ഞാനിപ്പോൾ ഇവിടെ അടിച്ച് വരി തുടച്ചിട്ടിട്ട് പോയുള്ളൂ. അപ്പോഴേക്ക് ഈ ചെളി മുഴുവൻ ചവിട്ടി കയറ്റിയതാരാ? ഈ അകത്തേക്ക് കയറുമ്പോൾ ആരായാലും ആ കാലൊന്നും കഴിച്ചിട്ട് കയറിക്കൂടെ? മനുഷ്യൻ ഇവിടെ കിടന്ന് ചത്തി കിടന്ന് പണിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും മനസാക്ഷി എന്ന് പറയണമെന്നില്ല കേട്ടോ. ആകെ ഞായറാഴ്ച ഒരു ദിവസമാണ് കിട്ടുന്നത്. അന്ന് ഇവിടെ മനുഷ്യന് ചന്തി കൂത്തി ഇരിക്കാൻ പോലും നേരമില്ല. ഇവിടെ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മളെ ഒരു കൈ സഹായിക്കാൻ ആരുമില്ല. ഇതിൻ്റെ 100 അംശം പോലും സൗകര്യങ്ങളില്ലാത്ത വീട്ടിലൊക്കെ എത്ര വൃത്തിയുടെ കാര്യങ്ങൾ നടക്കണം. ഇവിടെ സൗകര്യങ്ങൾ കൂടിപ്പോയതാണ് പറ്റിയത്. ഈ പാരായണം കഴിഞ്ഞ ഈ പുസ്തകമൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടല്ലേ നിങ്ങൾക്ക് സമാധാനമുള്ളോ? അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചൂടെ നിങ്ങൾക്ക്? ആ എന്തേ? അതാ ഡ്രോയിൻ്റെ ഉള്ളിലുണ്ട്. കണ്ണിൻ്റെ മുമ്പിലിരിക്കുന്ന സാധനം കയ്യിലേക്ക് എടുത്തു കൊടുത്താലേ കാണുള്ളൂ. അച്ഛനും അതെ, മക്കളും അതെ. വല്ലാത്ത കഷ്ടം തന്നെ. ഈ ഇട്ടിട്ട് ഊരിയിടുന്ന തുണി അലക്കി കൊണ്ടുവരുന്നതിൻ്റെ കൂടെ ഇടരുതെന്ന് ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് അലക്കാനിടുന്ന കൊട്ടയിൽ കൊണ്ടുവന്ന് ഇടണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു വക പറഞ്ഞ ആരും കേൾക്കരുത് കേട്ടോ. ഈ ആഹാരം കഴിച്ച പാത്രം കൊണ്ടുവന്ന സിങ്കിലേക്കൊന്നും ഇടാൻ പാടില്ലേ? ഞാനിവിടെ വേറൊരു പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നും ഇത് പ്രത്യേകം പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ നിങ്ങൾ. ഈ കിടക്കയിൽ എന്തിനെങ്ങനെ കയറുന്ന തുള്ളി കൊണ്ടുവെക്കണേ? ഇതൊക്കെ ഞാനിപ്പോൾ വിരിച്ചിട്ടതല്ലേ. ബെഡ്ഷീറ്റൊക്കെ എന്തിനെങ്ങനെ ഉണ്ടമുത്തി വെച്ചേക്കുന്നത്? ഇതൊക്കെ ഞാനിപ്പോൾ ഇവിടെ മടക്കി എടുത്ത് വെച്ചതാണ്.